അപ്പോൾ അത് 2 ലിറ്റർ പെപ്സിയുടെ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ ബോട്ടിലിൻ്റെ കട്ട് ചെയ്തെടുത്ത ബോട്ടിലിൻ്റെ അടിഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു ഗോൾഡൻ കളർ ഫോം ഷീറ്റാണ്. അപ്പോൾ ഗിൽറ്റുള്ള ഫോം ഷീറ്റാണിത്. ഇതേപോലെയുള്ള ഫോം ഷീറ്റ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതേപോലെ മടക്കിയതിന് ശേഷം അതിൻ്റെ 2 സൈഡും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ആ അടിഭാഗത്ത്, അതായത് ഗിൽട്ട് വരാത്ത ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഗം അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫെവിക്കോൾ SH ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഗം അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതേപോലെ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇത് നമ്മൾ എടുക്കുന്നത് ഈ റെഡ് കളർ ഫോം ഷീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇതേപോലെ വെച്ച് സ്കെയിലിൻ്റെ വീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് മടക്കിയിട്ട് നമ്മൾ ഒരു ലീഫ് പോലെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറിയ പോർഷൻ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ 2 സൈഡിൽ നിന്ന് അതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ അത് വെക്കാം. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള കെട്ടുകമ്പിയാണ്. ആ കെട്ടുകമ്പി 2 ചൊറയിൽ നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതേപോലെ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ ഗം അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കമ്പിയിലും നമ്മൾ ഗം അപ്ലൈ ചെയ്തെടുത്തു. അതിനുശേഷം ഇതേപോലെ വെച്ചിട്ട് അത് മടക്കി ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇതേപോലെ കുറച്ച് ലീഫുകൾ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു 10ഓളം പീസുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നത് ഉണങ്ങിയ വാഴ ഇലയാണ്. അതിൽ നിന്ന് ആ ലീഫ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ ആ തണ്ട്, അതായത് അതിൻ്റെ ആ നാര് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ 4 പീസായിട്ട് അത് ചീന്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചീന്തിയെടുത്തു. ഇനി നമ്മൾ നമ്മുടെ ചെയ്തു വെച്ച ലീഫുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ലീഫിൻ്റെ കമ്പികളിൽ നമ്മൾ ഈ നാര് നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച എല്ലാ ലീഫിൻ്റെയും കമ്പികളിൽ നമ്മൾ ഇതേപോലെ ആ നാര്, വാഴയുടെ നാര് നമ്മൾ ചുറ്റിയെടുത്തു. ഇനി നമുക്ക് ഈ ലീഫുകൾ ഇതേപോലെ ഒന്ന് വളച്ചെടുക്കണം. അപ്പോൾ എല്ലാ ലീഫിൻ്റെ ആ തീരുന്ന ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അത് വളച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 5 ലീഫുകളാണ് ഇനി നമ്മൾ എടുക്കുന്നത്. അത് 5 ലീഫുകൾ എടുത്തതിന് ശേഷം ഇതേപോലെ 5 ഭാഗത്തേക്കായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ ആ വാഴയുടെ നാര് നമ്മൾ ആ കയർ കൊണ്ട് ഇതേപോലെ ചുറ്റി ടൈറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫ്ലവർ പോലെ നമ്മൾ ഇതേപോലെ അത് ചുറ്റിയെടുത്തു. ഇനി നമ്മൾ അത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ബോട്ടിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഭാഗം നമ്മൾ അതിന് മുകളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലെക്സ് കിക്കാണ്. അപ്പോൾ നല്ല ബലത്തോടെ നിൽക്കേണ്ടത് കൊണ്ട് നമ്മൾ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു പീസ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നീല കളർ ഫോം ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ ലീഫുകൾ ഇതേപോലെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെയാണ് തയ്യാറാക്കിയെടുത്തത്. അത് ഇതിൻ്റെ അടിഭാഗത്തേക്കായിട്ട്, നമ്മുടെ ചെയ്തു വെച്ച ഫ്ലവറിൻ്റെ അടിഭാഗത്തേക്കായിട്ട് 5 ഭാഗങ്ങളിലേക്കായിട്ട് ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ അത് 5 ഭാഗത്തേക്കായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം വാഴയുടെ നാരെടുത്തിട്ട് നമ്മൾ ആ കമ്പിയും നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലീഫുകൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അത് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു ഫോം ഷീറ്റ്, നീല ഫോം ഷീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ 2 പീസും നമ്മൾ ഒരേപോലെ ലീഫുകളൊക്കെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ കുറച്ച് നീല ലീഫുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ച് വീതി കുറഞ്ഞ ലീഫുകളാണ് നമ്മൾ ചെയ്തെടുത്തത്. അത് ഇതിൻ്റെ ഈ 2 ഭാഗങ്ങളിൽ, അതായത് കമ്പിയുടെ ഇടഭാഗങ്ങളിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നാര് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പം 4 ലീഫുകൾ വീതം നമ്മൾ ഓരോ കമ്പിലും ഇതേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലീഫുകളൊക്കെ വെച്ച് നമ്മൾ ഇതേപോലെ അത് നാര് ചുറ്റിയെടുത്തു. അപ്പോൾ അത് 2 പീസ് നമ്മൾ ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റൊരു ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഇതേപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മളെടുത്ത പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വെള്ളം ചേർത്ത് നമ്മളത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇനി ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കുഴമ്പ് നമ്മൾ എടുത്തു വെച്ച ബോട്ടിലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിലിൻ്റെ പീസിലേക്ക് നമ്മളത് ഒഴിച്ചെടുത്തു. നമ്മുടെ 2 ഫ്ലവറുകൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത 2 ഫ്ലവറുകൾ നമ്മൾ അതിലേക്ക് ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് നമ്മൾ ആഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 2 ഭാഗങ്ങളിലേക്കായിട്ട് നമ്മളത് ആഴ്ത്തി വെച്ചു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതേപോലെ പിടിച്ചു നിന്നാൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് അത് സെറ്റായിക്കോളും. അപ്പോൾ അത് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നന്നായിട്ട് സെറ്റായി. നമ്മുടെ ഫ്ലവറുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിൽ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് കൊടുത്ത ബോട്ടിലിൻ്റെ ബോർഡറിൽ നമ്മളൊരു ഗോൾഡൻ കളർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫ്ലവറിൻ്റെ മുകൾ ഭാഗത്തെ ഗോൾഡൻ കളറിൽ ഇതേപോലെ റെഡ് ഡോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് റെഡ് ഡോട്ട് കൊടുത്ത് നമ്മളിത് ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു പച്ച ചാക്കിൻ്റെ പീസ്, പ്ലാസ്റ്റിക് ചാക്കിൻ്റെ പീസാണ്. അത് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ കുനുകുന ചെറിയ പീസുകളായിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് കുറച്ച് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ കുനുകുന അരിഞ്ഞെടുത്ത നമ്മുടെ ഈ ചാക്കിൻ്റെ പീസുകൾ ഈ നാരുകൾ നമ്മൾ ഇതിന് മുകളിലേക്ക് ഇതേപോലെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ക്യാൻഡിൽ ഇതിന് ഉള്ളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ രാത്രി കാഴ്ച അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് രാത്രി കാഴ്ചകൾ കൂടി കാണാം. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.